ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കാച്ച സപ്പോട്ട അഥവാ ചിക്കു കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങുമായിട്ടാണ്. ഇതിനായി ഇതിൽ നിന്നും പഴുത്ത ഏകദേശം 1 കിലോയോളം ചിക്കു എടുത്ത് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരല്പം പാലും 1-2 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഈ പുഡിങ്ങിന് വേണ്ടി ഞാൻ 2 കവറ് മിൽമ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കവറ് ചൈന ഗ്രാസ്. ഈ 1 കവർ ചൈന ഗ്രാസ് എന്ന് പറയുന്നത് 10 ഗ്രാമാണ്. അപ്പോൾ 2 എണ്ണം 20 ഗ്രാം. ഇനി ഇത് കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാൻ വയ്ക്കുക. ഇനി ഈ സമയം കൊണ്ട് 2 കവർ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ സ്റ്റൗവിലേക്ക് വയ്ക്കുക. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 2-3 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പുഡിങ്ങിന് നല്ല പോലെ മധുരം വേണം. നിങ്ങൾ അവരവരുടെ ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിനകത്ത് അലിഞ്ഞു വരും. അതിനുശേഷം 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡും ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് പോകരുത്. ഇതേ സമയം തന്നെ മറ്റൊരടുപ്പിൽ ചൈന ഗ്രാസ് കുതിർത്തത് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി പാലിൽ ചിക്കു പേസ്റ്റ് ചേർക്കാം. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചിക്കു പേസ്റ്റ് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. രണ്ടും ഒരേ സമയം തന്നെ ചെയ്യണം. ചൈന ഗ്രാസ് നല്ലവണ്ണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റേ അടുപ്പിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് തിളച്ച് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കുക. ചിക്കു ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒത്തിരി പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് 2 ട്രേയിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഡെക്കറേഷന് വേണ്ടി ബദാം പൊടിച്ചത് ചേർക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഇതുപോലെ പൊടിച്ച് ചേർക്കാം. ഇതൊരു 2 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതിനുശേഷം നമുക്ക് എടുത്തുപയോഗിക്കാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കു പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ബായ്.